പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് സുവിത്ത്. ഇന്ന് 16 ജൂൺ 16 അപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഒരു പ്രമുഖ വാർത്ത എന്ന് പറയുന്നത് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയായിരുന്നു. അത് ഇന്നലെ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. അപ്പം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ UDF സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര എന്നുള്ളത്. അപ്പം അത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങള് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ട് ഇപ്പൊ ഒടുവിൽ അത് ഒഫീഷ്യലി ജൂൺ 15 വന്നിരിക്കുകയാണ്. അടുത്ത ക്ഷേമ പെൻഷന് 3000 ആക്കുന്ന പറഞ്ഞിരിക്കണത്. ബഡ്ജറ്റിൽ അത് കണ്ടില്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമാവും. ഇപ്പം ഇത് സൗജന്യയാത്ര എന്ന് പറയുന്നത് ഭയങ്കര വിവാദമായിരുന്നു കേരളത്തില്. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ആളുകൾ പറഞ്ഞു അത് ഒരിക്കലും പ്രാബല്യത്തിൽ വരില്ല, ഒരിക്കലും നടക്കാത്ത ഒരു പദ്ധതിയാണ്, അത് വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം UDF സർക്കാർ കൊടുത്തൊരു വാഗ്ദാനമാണെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പൊ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതി ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഓർഡിനറി ബസ്സിനാണ്. അപ്പൊ അതിനെതിരെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാരണം എല്ലാ KSRTCയിൽ നിന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. കാരണം അത് ഓർഡിനറി എന്നൊന്നും മെൻഷൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓർഡിനറി മാത്രമായതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഫാസ്റ്റിലും അതുപോലെ സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ വേണമെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അപ്പോൾ കേരള കൗമുദിയിൽ ഒരു ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കുന്ന തന്നെ വന്നല്ലോ പുതുയുഗം എന്ന തരത്തിലാണ്. അപ്പൊ പ്രിയദർശിനി സൗജന്യ ബസ് 9:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. മറ്റു ഡിപ്പോകളിൽ നിന്നും ഇതേ സമയം. ആദ്യ സീറോ ടിക്കറ്റ് മത്സ്യത്തൊഴിലാളിയായ മെൽവിക്കും ട്രാൻസ്ജെൻഡർ അമയ പ്രസാദിനും മുഖ്യമന്ത്രി VD സതീശൻ നൽകി. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരായ CP ജോൺ, K തുളസി തുടങ്ങിയവർ ഉദ്ഘാടന ബസ്സിൽ യാത്ര ചെയ്തു. കണ്ടക്ടർ വിജയകുമാരി, ഡ്രൈവർ VP ഷീല. അതുപോലെ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യ യാത്ര ലഭിക്കുന്നത്. അപ്പൊ നമുക്കറിയുമ്പം ട്രാൻസ്ജെൻഡേഴ്സിനെയും അവർ പരിഗണിക്കുന്നത് തന്നെ ഒരു പുതിയൊരു വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ, ഒരു മെന്റാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പിന്നെ കേരള കൗമുദി കൊടുത്തേക്കുന്ന സൗജന്യ യാത്രയിലെ സീറോ ടിക്കറ്റ് കളയിലെ സൂക്ഷിച്ചു വെച്ചോളൂ, വിസ്മയ സമ്മാനം പിറകെ വരും. അപ്പം അത്തരത്തിലൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യയാത്ര ലഭിക്കുന്ന സീറോ ടിക്കറ്റ് കളയാതെ സൂക്ഷിച്ചു വെച്ചോളൂ, സമ്മാനം പിറകെ വരും. സീറോ ടിക്കറ്റ് നമ്പറുകൾ നറുക്കിട്ട് സമ്മാനം നൽകുന്ന പദ്ധതി ഗതാഗത വകുപ്പ് ആലോചിക്കുന്നു. ഇന്നലെ പ്രിയദർശിനി സൗജന്യയാത്ര ഉദ്ഘാടന വേളയിൽ ടിക്കറ്റുകൾ കളയരുതെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞിരുന്നു. ഇതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. അപ്പോൾ അപ്പം അത് നറുക്കിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതിയും ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട്. സൗജന്യത്തിന് പുറകെ സമ്മാനം ഉണ്ടോ? അതെ, രൂപയാണോ എന്താണോ എന്തോ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം അവര് പിറകെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് ഇപ്പൊ സ്ത്രീകളുടെ റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ബസ്സിൽ ഇപ്പം അനുഭവപ്പെടുന്നത്. എല്ലാവരും ഇതിനെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. കേരളം നമ്മളിപ്പോ എല്ലാരും പറയുന്നുണ്ട് ഇക്വാളിറ്റി എന്നൊരു സാധനം. അപ്പം അതിനൊരു വില കൽപ്പിക്കാത്ത വിധത്തിൽ തന്നെയാണ്. പക്ഷേ സർക്കാരിന്റെ തീരുമാനമാണ്. അവരെന്താ ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, നോക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം നീണ്ട കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ളത്. അപ്പം തുറക്കുന്നു ഹോർമൂസ്. നമുക്കറിയാം ആ ഒരു പ്രശ്നം, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധി കാരണം ഇവിടെ കേരളത്തിൽ വരെ ഗ്യാസിന്റെ പ്രശ്നങ്ങളും അതുപോലെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നു, അങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അപ്പൊ പശ്ചിമേഷ്യയിൽ സമാധാനം, ലോകത്തിന് ആശ്വാസം. ഇറാൻ US ഇടക്കാല കരാറിന് ഡിജിറ്റലായി ഒപ്പിട്ടത് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ലോകരാജ്യങ്ങളെ ഊർജ്ജ പ്രതിസന്ധിയിലാഴ്ത്തിയ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും US ധാരണയിലെത്തി. ഇടക്കാല സമാധാന കരാർ ഇന്നലെ ഡിജിറ്റലായി ഒപ്പിട്ടു. ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ് വെള്ളിയാഴ്ച ജനീവയിൽ നടക്കും. US പ്രസിഡന്റ് ട്രംപോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് JD വാൻസോ നേരിട്ട് പങ്കെടുക്കും. ഇറാനുമേലുള്ള US നാവിക ഉപരോധം നിൽക്കും. അതുപോലെ ലെബനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചു. കരാർ ഒപ്പിട്ടാൽ ഉടൻ എല്ലാ വാണിജ്യ കപ്പലുകളെയും ഹോർമുസ് കടത്തിവിടുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കുറെ നാളത്തെ നീണ്ട ഒരു പ്രതിസന്ധികൾക്കൊക്കെ ഇപ്പോൾ ഒടുവിലൊരു പരിഹാരമായിരിക്കുകയാണ്. അതുപോലെ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകി. അതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ കേന്ദ്രങ്ങളുടെ വ്യാപനം എന്നിവ ഉണ്ടാകില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാന്റെ ഉള്ളിൽ തന്നെ നേർപ്പിക്കാൻ US അനുവദിച്ചേക്കും. അപ്പോൾ അത്തരത്തില് US ഇറാനും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇതുവരെ ഉള്ള ഈ യുദ്ധത്തിൽ 7414 പേരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ ഇസ്രായേൽ ഇപ്പോൾ ഇതിനകത്തും അത്ര വലിയ താല്പര്യത്തിലല്ല ഉള്ളത്. കാരണം തെക്കൻ ലെബനിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. അതുപോലെ ഇസ്രായേൽ നേരിട്ട് കരാറിന്റെ ഭാഗമല്ല, അതിനാൽ വ്യവസ്ഥകൾ പാലിക്കേണ്ടതില്ലെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ നിലപാട്. അപ്പം എപ്പോഴും ട്രംപിനെ ഇളക്കി വിട്ട് യുദ്ധത്തിലോട്ട് പോകുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് നമുക്ക് പല വിധത്തിലും അറിയാം. അപ്പോൾ ഇതിനൊരു സമാധാന കരാർ ഒപ്പിടുകയാണെങ്കിൽ പോലും അതിന് ഇസ്രായേലിന്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ ഉണ്ടാകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുറക്കും മുമ്പേ ഇന്ത്യയുടെ ദിശ, അതായത് ഔദ്യോഗികമായി തുറക്കും മുമ്പേ ഹോർമസ് സുരക്ഷിതമായി കടന്ന ഇന്ത്യൻ LPG ടാങ്കർ. അപ്പം ഹോർമസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ടാങ്കർ ഹോർമസ് കടന്നു. അത് നമുക്കറിയാം, ഇറാൻ ആ യുദ്ധത്തിന്റെ സമയത്താണെങ്കിലും ഇന്ത്യയോട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. ഇന്ത്യനെ അവഗണിക്കുകയോ കപ്പലുകൾ തടഞ്ഞു വെക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ എന്താണേലും ഇനിയൊരു പൂർണ്ണമായിട്ടും യുദ്ധത്തിനൊരു വിരാമം ഉണ്ടായി വീണ്ടും ഒരു സമാധാനം, ലോകത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാൻ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇറച്ചികളുടെ ഒരു ലഭ്യത കുറവ്. അപ്പം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മാട്ടിറച്ചി കിട്ടാനില്ല, മട്ടനാണ് താരം. അതായത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അറവുമാടുകളെ കൊണ്ടുവരുന്നതിനുള്ള തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് മാട്ടിറച്ചി വ്യാപാരികൾ നടത്തുന്ന സമരത്തെ തുടർന്ന് ആട് വിപണി സജീവമായി. ശീതീകരിച്ച കണ്ടെയ്നറുകളിൽ ഇറച്ചി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ടെങ്കിലും രോഗം ബാധിച്ച ചത്ത അറവുമാടുകളുടെ ഇറച്ചി അനാരോഗ്യകരമായ സാഹചര്യത്തിൽ തയ്യാറാക്കിയ സുനാമി ഇറച്ചിയാണെന്നാണ് പ്രചാരണം ശക്തമായത്. അപ്പോൾ ഈ ഇറച്ചി ഉപയോഗിച്ച് പലർക്കും ചൊറിച്ചിലും മറ്റ് അലർജി രോഗങ്ങളും ഉണ്ടായി. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയതോടെ പല ഹോട്ടലുകളും ആട്ടിറച്ചിയിലേക്ക് തിരിഞ്ഞു. അപ്പം ഡിമാൻഡ് കൂടിയതോടെ ആട് വിലയും ഉയർന്നു. 15,000 രൂപയുണ്ടായിരുന്ന ആടിന്റെ വില വലിപ്പം അനുസരിച്ച് 3,000 മുതൽ 4,000 രൂപ വരെ വർദ്ധിപ്പിച്ചു. ആട്ടിറച്ചി വിപണിയിലെ വില 900 നിന്നും 1000 ആയി. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആടിനെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ലെന്ന് കണ്ടതോടെ അറവുമാട് വ്യാപാരികൾ പലരും ആട് കച്ചവടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പതിയെ ഒരു ആടിന്റെ ഇതാകാനാണ് കൂടുതൽ ചാൻസ്. അപ്പം മട്ടൻ ബിരിയാണിയും ചാപ്സും, അതായത് മട്ടൻ ബിരിയാണിക്ക് 300 രൂപ മുതലാണ് ഹോട്ടലുകളുടെ നിലവാരം അനുസരിച്ച് അവർ ഈടാക്കുന്നത്. അതുപോലെ മാട്ടിറച്ചി ലഭ്യത കുറഞ്ഞതോടെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും വിറ്റിരുന്ന പല ഹോട്ടലുകളും മട്ടൻ ചാപ്സിലേക്ക് തിരിഞ്ഞു. അതുപോലെ ബീഫ് ഫ്രൈക്ക് 150-200 രൂപ വില ഈടാക്കിയവർ ആട്ടിറച്ചി കഷ്ണവും അല്പം ചാറുമുള്ള മട്ടൻ ചാപ്സിന് 250 മുതൽ 300 രൂപയാണ് ഈടാക്കുന്നത്. പാതി വിലയ്ക്ക് ഹാഫ് മട്ടൻ ചാപ്സും ലഭ്യമാണ്. അപ്പൊ അത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നമുക്കിനി മുന്നോട്ട് ബീഫൊന്നും ഇല്ലാത്തൊരു മലയാളികളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ തുടരും. അപ്പം മട്ടനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ലഭ്യത, അതായത് ഇറച്ചി, അതായത് പോത്തിൻ്റെയൊക്കെ ലഭ്യത കുറവുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്, എൻ്റെ നാട്ടില് ഒരു കടയുണ്ട്, ഹോട്ടല്. അത് ഇപ്പോഴും പട്ടപ്പരയാണ് കേട്ടോ, മാറ്റിയിട്ടൊന്നുമില്ല. ഒരു 25 വർഷത്തോളമായി ഞാൻ അവിടെ ആ ഹോട്ടൽ കാണുന്നു. അപ്പൊ ഇവിടെ ഒരു 11 മണിയാകുമ്പോ ബീഫ് അങ്ങനെ ഉരുളിയിലിടും. അപ്പൊ അവര് വിറകില ഉണ്ടാക്കണത്. അപ്പൊ ഈ ഉരുളിയിൽ ഉണ്ടാക്കിയിട്ട് 12:30-1 മണിയാകുമ്പോ അത് ആവും. പക്ഷെ ഇവരത് ഓഫ് ചെയ്യില്ല. ഇവര് ആ കനലില് ആ ഉരുളി വെച്ച് എപ്പോഴും വൈകുന്നേരം 5:30 വരെ ഇതിങ്ങനെ വഴറ്റി എടുക്കും. അപ്പൊ ഒരു 5 മണിയാകുമ്പോ അവിടെ പോകുമ്പോ ഉണ്ടല്ലോ, അയ്യോ, അതൊരിങ്ങനെ കറുക്കറി ഉണ്ടാവും ബീഫ് ഫ്രൈ. അടുപ്പിലും കൂടെ ഉണ്ടാക്കുന്ന അതിന് വല്ലാത്തൊരു ടേസ്റ്റ്. അതെ, അത്മാതിരി വഴറ്റലായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും പ്രധാനപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് പാലാ നഗരസഭയിലെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ പാലാ നഗരസഭ ഭരണപക്ഷത്തെ ഭിന്നത പറഞ്ഞ സ്വതന്ത്ര മുന്നണി. അതായത് പാലാ നഗരസഭയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച സ്വതന്ത്ര മുന്നണി കൂട്ടായ്മ കൊട്ടാരമറ്റം ബസ് ടെർമിനലിൽ സ്ഥാപിച്ച ഓട്ടോ സ്റ്റാൻഡിൽ നിയമവിധേയമായി അംഗീകാരം നൽകുക, കോൺഗ്രസ് കൗൺസിലർക്കെതിരെ നൽകിയ മോഷണ പരാതി പിൻവലിക്കുക, രാഹുൽ രാജിവെക്കുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുക, ഭരണ മേൽനോട്ടത്തിനായി യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിക്കുക എന്നീ 4 നിർദ്ദേശങ്ങളാണ് കൗൺസിലർമാർ കൂടി അഭിപ്രായം കേട്ട ശേഷം പാർട്ടി നേതൃത്വം സ്വതന്ത്ര മുന്നണിക്ക് മുന്നിൽ വെച്ചത്. അപ്പോൾ ദിയ പുളിക്കക്കണ്ണം ചെയർപേഴ്സൺ ആയിരുന്ന ദിയ പുളിക്കക്കണ്ണം വാച്ച് മോഷണം, അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഫയൽ മോഷണ കേസ് ആരോപിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ അതിനൊരു ഭരണപക്ഷത്തെ ഭിന്നത, അതായത് സ്വതന്ത്ര മുന്നണിക്ക് ഇത്ര നിർദ്ദേശങ്ങൾ
കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ഇനി നമുക്ക് ഇതിൻ്റെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇത് എങ്ങനെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത്. നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു, അതായത് പ്രിയദർശിനി അതുപോലെ എല്ലായിടത്തും ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം തുടങ്ങിയത്. അതുപോലെ കോട്ടയത്തും പ്രിയങ്കരം പ്രിയദർശിനി, അതായത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ജില്ലയിലും ഗംഭീര തുടക്കം. യാത്രയിൽ പങ്കുചേർന്നും മധുരം വിതരണം ചെയ്തും പല കേന്ദ്രങ്ങളിലും വനിതകൾ ആദ്യ ദിനം ആഘോഷമാക്കി. ജില്ലാതല ഉദ്ഘാടനം കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിയമനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കുമരകം വഴി ചേർത്തലയിലേക്കാണ് സർവീസ് നടത്തിയത്. അതുപോലെ സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സിലെ യാത്രക്കാരിക്ക് അദ്ദേഹം 0 ടിക്കറ്റ് കൈമാറി. പ്രിയദർശിനി പദ്ധതി മാതൃകാപരമാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം, ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനൊരു എതിർത്തും ആളുകൾ കാണൂല. അതുപോലെ തന്നെ ഇപ്പൊ യാത്രക്കാർ എതിർത്തു, മഹിളാ മോർച്ച പിന്മാറി. അതായത് പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി എല്ലാ KSRTC ബസ്സുകളിലും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയം സ്റ്റാൻഡിൽ ബസ്സിൽ കയറി പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകർ യാത്രക്കാർ എതിർത്തതോടെ പിന്മാറി. ഇന്നലെ രാവിലെ 9:30 പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ഡിപ്പോയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചതിന് പിന്നാലെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം LDF ആണെങ്കിലും BJP ആണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉയർത്തി. ഇപ്പൊ അവർ ഉയർത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ബസ്സുകളിലും ഈ സർവീസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം KSRTC ഓൾറെഡി നിലവിൽ തന്നെ നല്ല കടബാധ്യത നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഇതിലും നൽകാൻ സർക്കാരിനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 3 മാസത്തെ ട്രയൽ പോലെ നോക്കി എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ നോക്കി പഠിച്ചതിന് ശേഷമായിരിക്കും ഇനി മുന്നോട്ട് ഫാസ്റ്റിലും അതുപോലെ സൂപ്പർ ഫാസ്റ്റിലും എല്ലാ സർവീസിനും കിട്ടുക. അപ്പോൾ യാത്രക്കാർ തന്നെ അവരെ പ്രതിഷേധിച്ചവരെ എതിർത്തത് കൊണ്ട് അവർ പിന്മാറി എന്ന തരത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്താ കോമൺ സെൻസ് ഇല്ലേ ഇവർക്കൊന്നും? അതെ, അതിനകത്തൊന്നും അങ്ങനെ എതിർക്കണ്ട. കാരണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടട്ടെ, ആ ഒരു രീതിയിലാണ്. കാരണം എല്ലാവർക്കും അറിയാം KSRTC നല്ല രീതിയിൽ നഷ്ടത്തിലാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ ഇതിലും വേണമെന്ന് പറയുന്നത് ഒരു ന്യായമായ ആവശ്യമല്ല. അതുമാത്രമല്ല, തരുന്നില്ലെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഘട്ടം ഘട്ടമായിട്ട് എല്ലാം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു, ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ കിട്ടുന്നില്ലേ, പിന്നെ ആ മലബാർ മേഖല ആ ഒരു ഏരിയയിലാണ് പിന്നീട് ബസ്സുകൾ കുറവുള്ളതെന്ന് നമുക്ക് പറയാം. ആ കൂടെ 20 രൂപ ആവുള്ളൂ, അതുകൂടി ഇവർക്ക് കൊടുക്കാൻ മടിയാണെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അതെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പത്മകുമാറിന് സസ്പെൻഷൻ, സ്വർണ്ണക്കൊള്ളയിൽ CPM നടപടി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ CPM ജില്ലാ കമ്മിറ്റി യോഗവും മുൻ MLAയുമായ എ പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കാലാവധി 1 വർഷം വരെയാണ്. പത്മകുമാർ പാർട്ടിക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് നടപടിയെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നടന്ന അവലോകന യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നതിനെ പാർട്ടി അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തെറ്റ് സംബന്ധിച്ച സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയുമായിരുന്നു. അപ്പോൾ CPM ഇപ്പോഴേലും ഒരു നടപടി എടുത്തെന്ന് നമുക്ക് പറയാം. കാരണം അവർ കുറ്റബോധം വന്നെന്നുള്ള തരത്തിലൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ വലിയ രീതിയിൽ അവരുടെ തോൽവിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മവ്യൂഹത്തിൽ CPM, അതായത് എ പത്മകുമാറിന്റെ ആത്മകഥയെ ഭയന്ന് പാർട്ടി. അപ്പൊ സ്വർണ്ണക്കൊള്ള കേസിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സംസ്ഥാന നേതൃത്വം സസ്പെൻഷനിൽ ഒതുക്കിയത് അദ്ദേഹം എഴുതാൻ പോകുന്ന ആത്മകഥയെ ഭയന്നിട്ടെന്ന് സൂചന. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടായാൽ പാർട്ടി ഗുരുതര പ്രതിസന്ധിയിൽ അകപ്പെടുമെന്ന് വിലയിരുത്തിയാണ് പുറത്താക്കൽ നടപടിക്ക് പാർട്ടി മുതിരാത്തത്. അപ്പോൾ കടുത്ത നടപടി വേണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതായത് കടുത്ത നടപടി വേണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ചർച്ച ചെയ്ത ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. CPM നടപടികൾ രണ്ടാമത്തെ വലിയ നടപടിയാണ് സസ്പെൻഷൻ എന്ന് ചൂണ്ടിക്കാണിച്ചാവും വിമർശനങ്ങൾക്ക് മറുപടി നൽകുക. അപ്പോൾ എന്താണേലും യുവതി പ്രവേശനം അതുപോലെ സ്വർണ്ണക്കൊളയും എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് CPMനെതിരെ. അപ്പം അതിനൊരു പരിഹാരം അവർ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അടുത്ത ന്യൂസാണ്. രൂപയുടെ മൂല്യം കൂടി ഇപ്പോൾ 94 രൂപയായി. രൂപയുടെ മൂല്യം കൂടുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ അറിയാം സ്വർണത്തിന് വില കമ്മിയാവും എന്നുള്ളത്. അതുകൊണ്ട് സ്വർണത്തിനും വില കമ്മിയായിട്ട് ഒറ്റ ദിവസം കൊണ്ട് 2000 രൂപയോളം കമ്മിയായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 1,06,000 ആണ്. അത് ഇന്ന് 11 മണി വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം എന്തായാലും മാറ്റം വരും.
അപ്പോൾ എപ്പോഴും സ്വർണം വാങ്ങുമ്പോൾ രാവിലെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം എന്നും സ്വർണത്തിന് വില കൂടും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുറയുക ചെയ്യാം. അതുകൊണ്ട് പരമാവധി രാവിലെ തന്നെ സ്വർണം വാങ്ങാൻ നോക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു, US ഇറാൻ സമാധാന കരാർ ഒപ്പിട്ടെന്നാണ് ട്രംപ്, ഡിജിറ്റലായിട്ട് ഒപ്പിട്ടെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. അതുപോലെ ഹോർമൂസ് വെള്ളിയാഴ്ച തുറക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിപണി ഉണർന്നു. അപ്പൊ പശ്ചിമേഷ്യൻ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നതായ ശുഭപ്രതീക്ഷയിൽ തിങ്കളാഴ്ച ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പറഞ്ഞു ഒരു 7,100 സംതിങ് ആളുകൾ മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മരണക്കണക്ക് വിശദമായിട്ട് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാനില് 3,468 പേര് മരിച്ചു. അതുപോലെ 27,000 പേർക്ക് പരിക്കുണ്ട്. അതുപോലെ ലെബനില് 3,750 പേര് മരിച്ചു. പരിക്ക് 10,990 പേർക്ക്. അതുപോലെ ഇസ്രയേലിൽ മരിച്ചത് 26 പേരാണ്. ഇറാഖിൽ 118, ഗൾഫ് രാഷ്ട്രങ്ങളിൽ 29. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടെ US 13 സൈനികർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്ടും ഇത്തരത്തിലൊരു വലിയ നഷ്ടം ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ്. ഇനിയും അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രായേലിൽ 26 മരണം ഉണ്ടായിട്ടുള്ളൂ. കാരണം എല്ലാ യുദ്ധവും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവരാണ് എല്ലാത്തിനും ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർക്കൊരു പ്രശ്നം വരുന്നില്ലെന്നുള്ള ഇതിലാണ്. ഓക്കെ, ഇനി നമുക്ക് സ്പോർട്സിലോട്ട് വരികയാണെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഖത്തറിന്റെ മലയാളി താരം തക്സിൻ മുഹമ്മദിന് ഇന്ന് 20ാം ജന്മദിനം. അതായത് ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാകാനുള്ള ഒരുക്കങ്ങൾക്കിടെ തക്സിൻ മുഹമ്മദ് ജംഷിദിന് ഇന്ന് പിറന്നാൾ. തലശ്ശേരി സ്വദേശിയും ഖത്തർ ഫുട്ബോൾ ടീം അംഗവുമായ തക്സിൻ 20ാം പിറന്നാൾ ദിനമാണിന്ന്. അപ്പോൾ പിതാവും കേരളത്തിന്റെ മുൻ യൂത്ത് ഫുട്ബോൾ താരവുമായ ജംഷിദിന്റെ മകനായ തക്സിൻ ഖത്തറിലാണ് കളിച്ചു വളർന്നത്. 2 വർഷം മുൻപ് ഖത്തർ ദേശീയ ടീമിലെത്തി. ഈ ലോകകപ്പിൽ ഏതെങ്കിലും മത്സരത്തിൽ ഇറങ്ങിയാൽ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമാക്കും. അപ്പൊ സ്വിറ്റ്സർലൻഡിനെതിരായ ആദ്യ മത്സരത്തിൽ തക്സിൻ കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. വെള്ളിയാഴ്ച പുലർച്ചെ കാനഡയ്ക്കെതിരെയാണ് ഖത്തറിന്റെ അടുത്ത മത്സരം. അതിൽ അവസരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് തക്സിനും കേരളത്തിലെ ആരാധകരും. നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്നത്. അത് എന്താണേലും അത് വലിയൊരു ചരിത്രപരമായിട്ടുള്ള ഒരു റെക്കോർഡ് തന്നെയാണ്. അപ്പം ഇന്ന് 20 വയസ്സ് തികയുകയാണ് തക്സിൻ മുഹമ്മദിന്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡച്ചിന് എളുപ്പമല്ല, ആള് ജപ്പാനാണ്. അപ്പം ഇന്നലെ നടന്ന മത്സരത്തില് അതെ കിരീട പ്രതീക്ഷയുമായി ലോകകപ്പിനെത്തിയ ഹോളണ്ടിന് ആദ്യ മത്സരത്തിൽ തന്നെ ജപ്പാന്റെ ശക്തമായ താക്കീത്. ഇന്നലെ ഡാലസിൽ നടന്ന മത്സരം അവസാന സമയത്തെ ജപ്പാന്റെ ഗോളോടെ 2-2 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. മത്സരത്തിൽ 2 വട്ടം ലീഡെടുത്ത ഡച്ചുകാരെ വിട്ടുകൊടുക്കാതെ പൊരുതിയാണ് ജപ്പാൻ സമനിലയിൽ തളച്ചത്. അതുപോലെ തന്നെ പിന്നെ മലയാളി കൂടുതലും കേരളത്തിലെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മെസ്സിയുടെ നാളെ 6:30 അതുപോലെ തന്നെ 10:30 അതായത് ലോകകപ്പിലെ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസിനും ഇന്ന് രാത്രി 12:30 ആദ്യ മത്സരം. എതിരാളികൾ സെനഗൽ. അതുപോലെ നാളെ രാവിലെ 6:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കളത്തിലിറങ്ങുന്നത്. അൾജീരിയയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും ആദ്യ എതിരാളികൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ആരാധകർ വലിയ രീതിയിൽ കാത്തിരിക്കുന്നുണ്ട്. കാരണം മെസ്സിയുടെ ഒക്കെ കളി ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്നത് മെസ്സിയുടെ, അതുപോലെ റൊണാൾഡോയുടെ ഒക്കെ കളി. അതുപോലെ നെയ്മർ കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ കളി ഉണ്ടായിരുന്നു. അത് സമനിലയിൽ അവസാനിച്ചു. അത് പുള്ളിക്ക് പരിക്കായതുകൊണ്ട് അപ്പൊ എപ്പോഴും നെയ്മറിന്റെ ഒരു പ്രശ്നം അതാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പരിക്ക് അദ്ദേഹത്തെ വിട്ടു നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ വീണ്ടും കാണാം.